11ാം ക്ലാസ്സിലെ ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ വാസ് ദി നറേറ്റേഴ്സ് അറ്റൻഷൻ ഡ്രോൺ ടു ദ ഇംഗ്ലീഷ് ഗേൾ? എന്തുകൊണ്ടാണ് നറേറ്ററിൻ്റെ അറ്റൻഷൻ ആ ഇംഗ്ലീഷ് ഗേളിലേക്ക് പോയത്? അദ്ദേഹം ആ കുട്ടിയെ ശ്രദ്ധിക്കാനുള്ള കാരണമെന്ത്? ദി നറേറ്റേഴ്സ് അറ്റൻഷൻ വാസ് ഡ്രോൺ ടു ദ ഇംഗ്ലീഷ് ഗേൾ ബിക്കോസ് ഷീ ഹാഡ് ബീൻ വാച്ചിങ് ഹിം വിത്ത് ദ ഇൻട്രസ്റ്റ് ആൻഡ് സർപ്രൈസ്. ആ കുട്ടി ഇദ്ദേഹത്തെ വളരെ സർപ്രൈസോടെ നോക്കിയിരുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അറ്റൻഷൻ ഈ കുട്ടിയിലേക്ക് പോയത്. But she turned her eyes away as soon as he looked at her. പക്ഷേ എപ്പോഴാണോ അദ്ദേഹം ആ കുട്ടിയെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അപ്പോഴേക്കും കുട്ടി എന്തോ ചെയ്തു, മാറിക്കളഞ്ഞു. ഷീ വാസ് 13 or 14 years old. ആ കുട്ടിക്ക് 13-14 വയസ്സാണ്. ഫ്രം ഹർ ക്ലോസ് വൺ കുഡ് ഗേഴ്സ് ഷീ വാസ് എ പുവർ ഗേൾ. അവളുടെ ഡ്രസ്സ് കാണുമ്പോൾ തന്നെ ഒരാൾക്ക് മനസ്സിലാകും അവളൊരു പുവർ ഗേൾ ആണെന്ന്. ഷീ ഹാഡ് ലാർജ് ഐസ് വിച്ച് ഹാഡ് എ സാഡ് എക്സ്പ്രഷൻ. അവൾക്ക് ഒരു ലാർജ് ഐസ് ആണ് ഉണ്ടായിരുന്നത്, അതായത് നല്ല വലിയ കണ്ണുകളാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ എക്സ്പ്രഷൻ എന്ന് വെച്ചാൽ ഒരു സാഡ് എക്സ്പ്രഷൻ, ദുഃഖഭാവമായിരുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് യുവർ ഇംപ്രഷൻ ഓഫ് ദ ഗേൾ? ആ ഗേളിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഇംപ്രഷൻ എന്താണ്? ഷീ ഈസ് എ ടീനേജർ ഫ്രം എ പുവർ ഫാമിലി. അത് ആ കുട്ടി ഒരു ടീനേജറാണ്, അതായത് 13-14 വയസ്സുള്ള ഒരു കുട്ടിയാണ്, പാവപ്പെട്ട ഒരു കുട്ടിയാണ്, ഫാമിലിയിലുള്ള കുട്ടിയാണ്. ഷീ ഹാഡ് ലാർജ് ഐസ് വിത്ത് എ സോറോഫുൾ എക്സ്പ്രഷൻ. അവളുടെ കണ്ണുകൾ വളരെ വലുതായിരുന്നു, പോരാത്തതിന് അവളുടെ കണ്ണുകളിൽ ഉണ്ടായിരുന്നത് ഒരു സോറോഫുൾ, ദുഃഖം നിറഞ്ഞ ഒരു എക്സ്പ്രഷൻ ആയിരുന്നു. When she saw the narrator, some ideas came to her mind and that is why she watches him so closely. നറേറ്ററിനെ കണ്ടപ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ എന്തോ ചില ഐഡിയാസ് വന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഈ കുട്ടി വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തത്. Then she tries to find out if he is an Indian and if he comes to that particular restaurant all the time. പിന്നെ അവൾ മനസ്സിലാക്കാൻ ശ്രമിച്ചത് അദ്ദേഹം ഒരു ഇന്ത്യൻ ആണെന്നും പിന്നെ അദ്ദേഹം ഈ പെർട്ടിക്കുലർ റെസ്റ്റോറൻറ്റിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടോ എന്നാണ്. Something about Indians has got into her minds and she is trying to clarify her doubts. ഇന്ത്യയിലുള്ളവരെ കുറിച്ച് എന്തോ അവളുടെ മനസ്സിൽ കയറി പറ്റിയിട്ടുണ്ട്, അതൊന്ന് ക്ലാരിഫൈ ചെയ്യാനാണ്, അവളുടെ ഡൗട്ട് ക്ലാരിഫൈ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഷീ ഈസ് എ പൊളൈറ്റ് ഗേൾ ഹു താങ്ക്സ് പീപ്പിൾ ഈവൻ വെൻ സം സ്മാൾ സർവീസ് ഈസ് ഗിവൻ ടു ഹർ. അവളൊരു പൊളൈറ്റ് ഗേളാണ്, പാവപ്പെട്ട നല്ല അനുസരണയുള്ളൊരു കുട്ടിയാണെന്ന് വേണമെങ്കിൽ പറയാം. മറ്റുള്ളവർ തനിക്ക് വേണ്ടി എന്തൊരു ചെറിയ കാര്യം ചെയ്താൽ പോലും അതിന് നന്ദി പറയുന്നൊരു കുട്ടിയാണ് അവൾ. Question 3. How do you know that the girl was interested in knowing the identity of the narrator? നറേറ്ററിൻ്റെ ഐഡൻറ്റിറ്റി, അദ്ദേഹം ഇന്ത്യക്കാരനാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു എന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? I know that the girl was interested in knowing the identity of the narrator from the fact that she watched him with interest and surprise. നറേറ്ററിൻ്റെ ഐഡൻറ്റിറ്റി മനസ്സിലാക്കാൻ കുട്ടി ശ്രമിച്ചു എന്ന് മനസ്സിലാക്കാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ ആ കുട്ടി അദ്ദേഹത്തെ വാച്ച് ചെയ്തിട്ടിരുന്നത് വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സർപ്രൈസിൻ്റെ രീതിയിലാണ്. Later she asked the cashier whether the narrator was an Indian and whether he comes to the restaurant every day. അതിനുശേഷം ആ കുട്ടി അറിയാൻ ശ്രമിച്ചത് ആ കാഷ്യറിൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ നറേറ്റർ ഇന്ത്യൻ ആണെന്നും പിന്നെ അല്ലെങ്കിൽ അദ്ദേഹം ഇവിടെ പെർട്ടിക്കുലർ റെസ്റ്റോറൻറ്റിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടോ എന്നാണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദ പ്രോബബിൾ ഫിനാൻഷ്യൽ കണ്ടീഷൻ ഓഫ് ദ ഗേൾ? ഈ കുട്ടിയുടെ ഫിനാൻഷ്യൽ കണ്ടീഷനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് മനസ്സിലാകുന്നു? ദ ഗേൾ ഈസ് ഫ്രം എ പുവർ ഫാമിലി ആൻഡ് ദാറ്റ് വി ക്യാൻ ഗസ് ഫ്രം ദ ഡ്രസ് ഷീ ഈസ് വെയറിംഗ്. ഈ ഗേൾ വരുന്നത് ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്നാണ്. ഇത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? അവൾ ധരിച്ചിരിക്കുന്ന ഡ്രസ്സിൽ നിന്ന് മനസ്സിലാക്കാം. ഷീ ഹാസ് ലാർജ് ഐസ് വിച്ച് ഹാവ് എ സാഡ് എക്സ്പ്രഷൻ. ഒരു ദുഃഖം നിറഞ്ഞ കണ്ണുകളാണ് അവൾക്കുള്ളത്, വലിയ കണ്ണുകളാണ്. The waitress says that she comes to the restaurant only on Saturdays for her lunch because Saturday is the payday. ആ റെസ്റ്റോറൻറ്റിലെ വെയിട്രസ് പറയുന്നത് എന്തെന്ന് വെച്ചാൽ ഈ കുട്ടി ശനിയാഴ്ചകളിൽ മാത്രമാണ് ഇവിടെ ഭക്ഷണം കഴിക്കാൻ വരുന്നത്, കാരണം ശനിയാഴ്ചയാണ് പേ ഡേ എന്ന് വെച്ചാൽ ശമ്പളം കിട്ടുന്ന ദിവസം. On the other days she does not take lunch because she has no money. മറ്റുള്ള ദിവസങ്ങളിൽ അവൾ എന്ത് ചെയ്യാറില്ല, പണമില്ലാത്ത കാരണം ഭക്ഷണം കഴിക്കാറില്ല. ഷീ ഈസ് വർക്കിംഗ് ഇൻ എ നിയർ ബൈ ഷോപ്പ് മേ ബി ഫോർ എ വെരി സ്മോൾ പേ. അടുത്തുള്ള ഒരു കടയിലാണ് അവൾ ജോലി ചെയ്യുന്നത്, ചിലപ്പോൾ ചെറിയൊരു ശമ്പളത്തിനാകാം. ഷീ ഈസ് എ ടീനേജർ നോബഡി വുഡ് ഹയർ ഹെർ ഫോർ എ ബിഗ് സാലറി. അവളൊരു ടീനേജർ, ഒരു കൊച്ചുകുട്ടി ആയതിനാൽ വലിയ വില കൊടുത്ത്, അതായത് വലിയ ശമ്പളത്തിന് അവളെ ആരും എന്ത് ചെയ്യാറില്ല, ജോലിക്കെടുക്കാറില്ല. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വൈ വാസ് ദ നറേറ്റർ ക്യൂരിയസ് അബൌട്ട് ദ ഗേൾ? വാട്ട് ഡിഡ് ഹി ഡു ടു മീൻ ഹർ? ആ ഗേളിനെ കുറിച്ച് നറേറ്റർ ക്യൂരിയസ് ആകാൻ കാരണമെന്ത്, ആകാംക്ഷപ്പെടാൻ കാരണമെന്ത്? ആ കുട്ടിയെ കാണാൻ അദ്ദേഹം എന്ത് ചെയ്തു? ദ നറേറ്റർ വാസ് ക്യൂരിയസ് അബൌട്ട് ദ ഗേൾ ബിക്കോസ് ഹി ഫൗണ്ട് ഷീ വാസ് ക്യൂരിയസ് അബൌട്ട് ഹിം. അദ്ദേഹം ആ കുട്ടിയെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ കാരണം ആ കുട്ടി ഇദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിച്ചത് കൊണ്ടാണ്. ഷീ ആസ്ക്ഡ് ദ കാഷ്യർ ഇഫ് ഹി വാസ് എൻ ഇന്ത്യൻ ആൻഡ് ഇഫ് ഹി കെയിം ടു ദ റെസ്റ്റോറൻറ്റ് എവറി ഡേ. ഇദ്ദേഹം ഒരു ഇന്ത്യൻ ആണെന്നും പോരാത്തതിന് ഇദ്ദേഹം ഇവിടെ കാഷ്യറിൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു, ഇവിടെ വന്നോ എന്നും അദ്ദേഹം കുട്ടി എന്തെന്ന് ചോദിച്ചിരുന്നു. From the waitress he had come to know that the girl works in a nearby shop. വെയിട്രസിൻ്റെ അടുത്ത് നിന്നും നമ്മുടെ നറേറ്റർ മനസ്സിലാക്കിയത് ഈ കുട്ടി അടുത്തുള്ളൊരു ഷോപ്പിൽ വർക്ക് ചെയ്യുന്നു എന്നാണ്. So, to meet her, he looked into the shops on the street near St. Martin's Lane and the shops on the Strand.
അദ്ദേഹം എന്ത് ചെയ്തു, ഈ കുട്ടിയെ കാണാൻ വേണ്ടി സെൻറ്റ് മാർട്ടിൻസ് ലെയിനിലുള്ള അടുത്തുള്ള സ്ട്രീറ്റിലുള്ള കടകളിലും പിന്നെ സ്റ്റാൻഡിലുള്ള ഷോപ്പുകളിലും സെർച്ച് ചെയ്യാൻ തുടങ്ങി. ബട്ട് ഹീ കുഡ് നോട്ട് ട്രേസ് ഹെർ. പക്ഷേ ആ കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചില്ല. ദെൻ ഹീ മെറ്റ് ഹെർ ഇൻ ദ റെസ്റ്റോറൻറ്റ് അഗെയിൻ ഓൺ ദ നെക്സ്റ്റ് സാറ്റർഡേ ഡ്യൂറിങ് ലഞ്ച് ടൈം. പക്ഷേ അദ്ദേഹം എന്തോ ചെയ്തു, അടുത്ത ശനിയാഴ്ച ലഞ്ച് ടൈമിൽ അതേ റെസ്റ്റോറൻറ്റിൽ വെച്ച് ആ കുട്ടിയെ കണ്ടുമുട്ടി. 6th question, why did the narrator go to the restaurant again? എന്തുകൊണ്ടാണ് നറേറ്റർ റെസ്റ്റോറൻറ്റിലേക്ക് പിന്നെയും പോയത്? The narrator went to the restaurant again in the hope of meeting young English girl. ആ കുട്ടിയെ ഒന്നുകൂടി കാണാൻ വേണ്ടിയിട്ടാണ് നറേറ്റർ റെസ്റ്റോറൻറ്റിലേക്ക് പോയത്. He was told by the waitress that the girl came to the restaurant on Saturdays for lunch. എല്ലാ ശനിയാഴ്ചകളിലും ലഞ്ച് കഴിക്കാൻ അവിടെ ആ കുട്ടി വരുമെന്ന് വെയിട്രസിൻ്റെ അടുത്ത് നിന്ന് അയാൾ മനസ്സിലാക്കി. 7th question, what impression did the girl have about India? ഇന്ത്യയെക്കുറിച്ചുള്ള എന്ത് ഇംപ്രഷനാണ് ആ കുട്ടിക്ക് ഉണ്ടായിരുന്നത്? The girl thought that India was a dangerous country full of tigers, snakes and fevers. This is the impression she got from people. ഇന്ത്യയെക്കുറിച്ച് ആ കുട്ടിക്ക് മനസ്സിലായത് എന്തെന്ന് വെച്ചാൽ അവിടെ മുഴുവൻ എന്താണ്, ടൈഗേഴ്സും സ്നേക്സും ഫീവേഴ്സ് അസുഖങ്ങളുമാണ് ഉള്ളതെന്ന്. ഇത് മറ്റുള്ള ആൾക്കാരിൽ നിന്നും ആ കുട്ടിക്ക് കിട്ടിയ ഇംപ്രഷനാണ്. 8th question, was Maggie satisfied with her job? If not, why? തൻ്റെ ജോലിയിൽ മാഗി സാറ്റിസ്ഫൈഡ് ആണോ, തൃപ്തയാണോ, ഇല്ലെങ്കിൽ എന്തുകൊണ്ട്? മാഗി വാസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ഹെർ ജോബ്. മാഗിയെ തൻ്റെ ജോലിയിൽ അത്ര തൃപ്തിയില്ല. ഇറ്റ് വാസ് എ മെക്കാനിക്കൽ ജോബ്. അതൊരു മെക്കാനിക്കൽ ജോബാണ്. ഷീ വാണ്ടഡ് ടു ഹാവ് ജോബ് ടു മേക്ക് യൂസ് ഓഫ് ഹർ ബ്രെയിൻ. അവളുടെ തല, അതായത് അവളുടെ ബ്രെയിൻ വർക്ക് ചെയ്തുകൊണ്ട് ജോലി ചെയ്യണം, അങ്ങനെയുള്ള ജോലിയാണ് മാഗിക്ക് ഇഷ്ടം. ഷീ വുഡ് ലൈക്ക് ടു ബി എ സെക്രട്ടറി. മാഗിക്ക് ഒരു സെക്രട്ടറി ആവാനാണ് ഇഷ്ടം. 9th question, what do you understand by brain work? നേരത്തെ ക്വസ്റ്റ്യനിൽ ബ്രെയിൻ വർക്ക് എന്ന് പറഞ്ഞില്ലേ, അതിൽ നിന്നും എന്ത് മനസ്സിലായി? ബൈ ബ്രെയിൻ വർക്ക് ഐ അണ്ടർസ്റ്റാൻഡ് ദോസ് ടൈപ്സ് ഓഫ് വർക്ക് വിച്ച് നീഡ് സം തിങ്കിങ്. ചിന്ത ആവശ്യമുള്ള ജോലികളെയാണ് നമ്മൾ ബ്രെയിൻ വർക്കുകൾ എന്ന് പറയുന്നത്. വി ഇൻ ഇന്ത്യ ഓഫൺ കോൾ ബ്രെയിൻ വർക്ക് ആസ് വൈറ്റ് കോളർ ജോബ്. നമ്മുടെ ഇന്ത്യയിൽ ബ്രെയിൻ വർക്ക് എന്ന് പറയുന്ന ജോലികളെ സാധാരണ നമ്മൾ പറയുന്നത് വൈറ്റ് കോളർ ജോബുകൾ എന്നാണ്. 10th question, why did Maggie ask narrator whether he was a vegetarian? എന്തിനായിരിക്കാം മേഗി നറേറ്ററിനോട് താങ്കൾ ഒരു വെജിറ്റേറിയൻ ആണോ, പച്ചക്കറി മാത്രം കഴിക്കുന്നയാളാണോ എന്ന് ചോദിച്ചത്? മാഗി asked the narrator whether the narrator was a vegetarian to find out if he was a yogi. She had heard that yogis do not need meat and they have occult, അഥവാ മാജിക്കൽ പവേഴ്സ്. അപ്പോൾ മേഗി അദ്ദേഹത്തോട് വെജിറ്റേറിയൻ ആണോ എന്ന് ചോദിക്കാൻ കാരണം വെജിറ്റേറിയൻസ് യോഗി ആയിരിക്കും, അതായത് ഇദ്ദേഹം ഒരു യോഗിയാണോ എന്ന് സംശയത്താലാണ് മാഗി ചോദിച്ചത്. യോഗി എന്ന് വെച്ചാൽ മാജിക്കൽ പവേഴ്സ് ഉള്ള, അതായത് ഇവിടെ പറയുന്നുണ്ട് യോഗികൾക്ക് മാജിക്കൽ പവേഴ്സ് ഉണ്ടെന്നും അവർ മീറ്റ് കഴിക്കാറില്ലെന്നും അവൾ കേട്ടിട്ടുണ്ട്. ആരാ? മാഗി കേട്ടിട്ടുണ്ട്. 11th question, why did Mr. Gupta go to Maggie's house? എന്തിനാണ് മിസ്റ്റർ ഗുപ്ത മാഗിയുടെ വീട്ടിലേക്ക് പോയത്? മിസ്റ്റർ ഗുപ്ത went to Maggie's house because she invited him. മാഗി ക്ഷണിച്ചത് കൊണ്ടാണ് അദ്ദേഹം പോയത്. She wanted to introduce him to her mother, who wanted to meet an Indian to find out the truth about the story she had heard about India. ഇയാളെ തൻ്റെ മദറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നും അതിൽ കൂടെ ഇന്ത്യയെക്കുറിച്ച് അവർ കേട്ട കാര്യങ്ങൾ അല്ലേ അതൊന്ന് പറയണം, അതെന്നാണ് ഉദ്ദേശം. Moreover, Mr. Gupta had developed some liking and sympathy towards Maggie and was willing to help her in any way possible. അപ്പോൾ ഇന്ത്യക്കാരെക്കുറിച്ചുള്ള സത്യം മാത്രം പറഞ്ഞു കൊടുക്കാനല്ല പോയത്. മേഗിയെ ഇദ്ദേഹത്തിന് എന്തായി, കൂടുതൽ ഇഷ്ടമായി. അപ്പോൾ ചെറിയൊരു സിമ്പതി തോന്നി, ഇഷ്ടമായി. അത് കാണിക്കാനാണ്, അതായത് മേഗിക്ക് എന്ത് സഹായം വേണോ അത് ചെയ്തു കൊടുക്കാൻ എന്ന രീതിയിലും കൂടിയാണ് അദ്ദേഹം മേഗിയുടെ വീട്ടിലേക്ക് പോയത്. 12th question, what do you understand about the living conditions of Maggie and her mother? മേഗിയുടെ അമ്മയുടെ ലിവിങ് കണ്ടീഷനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? The living conditions of Maggie and her mother were very poor. മേഗിയുടെ അമ്മയുടെ ലിവിങ് കണ്ടീഷൻസ് വളരെ ദയനീയമാണ്. They lived in a small house in the Lambeth area where poor people lived. പാവപ്പെട്ടവർ താമസിക്കുന്ന ലാംബത്ത് ഏരിയയിലാണ് മാഗിയും അവളുടെ അമ്മയും ചെറിയൊരു വീട്ടിൽ താമസിച്ചിരുന്നത്. Here the streets are above the ground. ഇവിടെ ഗ്രൗണ്ടിന് മുകളിലായിട്ടാണ് സ്ട്രീറ്റ്സ് ഉള്ളത്. കിച്ചൺസ് ആർ ഓഫൺ ബിലോ സ്ട്രീറ്റ് ലെവൽ. കിച്ചണെല്ലാം സ്ട്രീറ്റ് ലെവലിന് താഴെയായിരിക്കും, അതായത് മണ്ണിൻ്റെ അടിയിൽ എന്ന രീതി, നമ്മൾ അണ്ടർഗ്രൗണ്ട് എന്നൊക്കെ പറയില്ല, ആ ഒരു രീതി വേണമെങ്കിൽ ഉദ്ദേശിക്കാം. They had very cheap furniture and that too was very little. അവർക്കുണ്ടായിരുന്നത് വളരെ ചീപ്പായിട്ടുള്ള ഫർണിച്ചറാണ്, വില കുറഞ്ഞ ഫർണിച്ചേഴ്സാണ്, പോരാതെ തന്നെ അത് വളരെ ചെറുതുമായിരുന്നു. ഓക്കെ. The carpet was very old and torn in many places. തറയിട്ടിരുന്ന കാർപ്പറ്റ് പഴയതും അവിടെ ഇവിടെയായിട്ട് കീറിയതുമാണ്. Maggie's mother baked cakes and sold them for a living. മാഗി അവളുടെ അമ്മയും കേക്ക് ബേക്ക് ചെയ്ത് അത് വിറ്റാണ് ജീവിച്ചിരുന്നത്.
13th question. Why is Saturday special to Maggie and her mother? എന്തുകൊണ്ടാണ് മേഗിക്കും മേഗിയുടെ അമ്മയ്ക്കും ശനിയാഴ്ച ഒരു സ്പെഷ്യൽ ഡേ ആവാൻ കാരണം? സാറ്റർഡേ സ്പെഷ്യൽ ടു മാഗി ആൻഡ് ഹെർ മദർ ഫോർ 2 reasons. 2 കാരണത്താലാണ് സാറ്റർഡേ മേഗിക്കും മേഗിയുടെ അമ്മയ്ക്കും സ്പെഷ്യൽ ആകുന്നത്. ഇറ്റ് ഈസ് മാഗീസ് പേ ഡേ ഓൺ വിച്ച് ഷീ ക്യാൻ എൻജോയ് എ മീൽ ഇൻ എ റെസ്റ്റോറൻറ്റ്. അന്നാണ് മേഗിയുടെ പേ ഡേ, ശമ്പളം കിട്ടുന്ന ദിവസം. അന്ന് മാത്രമാണ് ഒരു റെസ്റ്റോറൻറ്റിൽ ചെന്ന് മേഗി എന്ത് ചെയ്യുന്നത്, ഭക്ഷണം കഴിക്കുന്നത്. സാറ്റർഡേ നൈറ്റ് ഈസ് എ ടൈം ഓഫ് ഫെസ്റ്റിവിറ്റി ഇൻ പുവർ നൈബർഹുഡ്സ് ലൈക്ക് ലേമ്പത്ത് പോലുള്ള പാവപ്പെട്ട ആ ഒരു ഏരിയകളിൽ സാറ്റർഡേ നൈറ്റാണ് ഫെസ്റ്റീവ് നൈറ്റ്. ഫെസ്റ്റീവ് നൈറ്റ് എന്ന് വെച്ചാൽ അവരുടെ ഒരു ആഘോഷം എന്ന് വേണമെങ്കിൽ പറയാം. ഇറ്റ് ഈസ് എ ഡേ വെൻ ദ പുവർ ആർ ഏബിൾ ടു സ്പെൻഡ് എ ലിറ്റിൽ ആസ് ദേ റിസീവ് ദെയർ വേജസ്. പാവപ്പെട്ടവർ കുറച്ച് ചിലവാക്കുന്നത് സാറ്റർഡേ ആണ്. കാരണം എന്ന് വെച്ചാൽ അന്നേ ദിവസമാണ് അവർക്ക് ശമ്പളങ്ങൾ കിട്ടുക. മാഗീസ് മദർ ബേക്സ് കേക്ക് ആൻഡ് സെൽ ദം ഓൺ Saturdays and that is how they make a living. So Saturday is special to both of them. മാഗിയുടെ അമ്മ കേക്ക് ഉണ്ടാക്കി വിറ്റാണ് അവർ ജീവിക്കുന്നത്. അതുകൊണ്ട് സാറ്റർഡേ രണ്ടുപേർക്കും വളരെ വലിയ ദിവസമാണ്. 14th question. How did Mr. Gupta describe India to Mrs. Clifford? മിസ്സിസ് ക്ലിഫോർഡിനോട് മിസ്റ്റർ ഗുപ്ത ഇന്ത്യയെ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുത്തത്? മിസ്റ്റർ ഗുപ്ത സെഡ് ദാറ്റ് ഇന്ത്യ വാസ് എ ബ്യൂട്ടിഫുൾ കൺട്രി. ഇന്ത്യ മനോഹരമായ ഒരു രാജ്യമാണെന്നാണ് ഗുപ്ത പറഞ്ഞത്. ഇറ്റ് ഈസ് നോട്ട് കോൾഡ് ലൈക്ക് ഇംഗ്ലണ്ട് ബട്ട് ഈസ് സം വാട്ട് ഹോട്ട്. ഇംഗ്ലണ്ട് പോലെ അത്ര തണുപ്പില്ലെങ്കിലും ഇവിടെ എന്തുണ്ട്, കുറച്ച് ചൂടുണ്ട്. ഓഫ് കോഴ്സ് ദർ ആർ ടൈഗേഴ്സ് ആൻഡ് സ്നേക്സ് ഇൻ ഇന്ത്യ ബട്ട് ദേ ലിവ് ഇൻ ദ ജംഗിൾസ്. ഇന്ത്യയിൽ സ്നേക്കേഴ്സും ഉണ്ട്, സ്നേക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവർ നമ്മുടെ റോഡിൽ ഇറങ്ങി താമസിക്കാറില്ല. അവരെല്ലാം എവിടെയാണ്, കാട്ടിലാണുള്ളത്. ഇഫ് ദേ കെയിം ഇൻ ടു ദ പ്ലേസസ് വെയർ പീപ്പിൾ ലിവ് ദേ ഗെറ്റ് കിൽഡ്. ഏതെങ്കിലും പുലിയോ പാമ്പോ റോഡിലോ സൈഡിലോ തോട്ടിൻ്റെ സൈഡിലോ എവിടെയെങ്കിലും വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എന്ത് ചെയ്യും, എല്ലാവരും കൂടി അതിനെ കൊന്നുകളയും. ദർ ആർ ഫീവേഴ്സ് ഇൻ സം പ്ലേസസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ചില സ്ഥലങ്ങളിൽ എന്തുണ്ട്, അസുഖമുണ്ട്. അസുഖമില്ലാത്ത രാജ്യങ്ങളുണ്ടോ? ഇല്ല. ബട്ട് ദ ഡിഫർ വിത്ത് ദ പ്ലേസസ് ആൻഡ് സീസൺസ്. സ്ഥലം അനുസരിച്ചും കാലാവസ്ഥ അനുസരിച്ചും മാറാറുണ്ട്. തണുപ്പത്ത് പനി വരും, മഴയത്ത് പനി വരും, എപ്പോൾ വേണോ പനി വരാം. അതാണ് സീസൺ അനുസരിച്ചുള്ള മാറ്റം എന്ന് പറയുന്നത്. 15th question. Who is Francis? What do you know about him? ആരാണ് ഫ്രാൻസിസ്? അവനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? ഫ്രാൻസിസ് ഓർ ഫ്രാങ്ക് ഈസ് ദ ബ്രദർ ഓഫ് മാഗി ആൻഡ് സൺ ഓഫ് മിസ്സിസ് ക്ലിഫോർഡ്. മാഗിയുടെ ബ്രദർ അല്ലെങ്കിൽ മിസ്സിസ് ക്ലിഫോർഡിൻ്റെ മകൻ, അവനാണ് ഫ്രാൻസിസ് അല്ലെങ്കിൽ ഫ്രാങ്ക്. ദേ ബോത്ത് ലവ് ഹിം ഡിയർലി. രണ്ടുപേർക്ക് അവനെ വളരെയധികം ഇഷ്ടമാണ്. ഹീ ഈസ് ഇൻ ദ പഞ്ചാബ് ഇൻ ദ റെജിമെൻറ്റ് ഫൈറ്റിംഗ് ഓൺ ദ നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ. അവനിപ്പോൾ എവിടെയാണ്? പഞ്ചാബിൽ ആർമിയിലാണ്. നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയറിന്, അത് നമ്മളെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് എന്തോ അടിവെക്കുകയാണ് അവിടെ കിടന്നത്. ഹി ലവ്സ് ഹിസ് മദർ ആൻഡ് സിസ്റ്റർ. അവൻ്റെ അമ്മയും സഹോദരിയും വളരെ ഇഷ്ടമാണ്. ഹി ഹാസ് സെൻഡ് ഹർ സിസ്റ്റർ എ ബുക്ക് ഓഫ് പിക്ചേഴ്സ് ഓഫ് സിംല ആൻഡ് ദ സറൗണ്ടിങ് മൗണ്ടൻ കൺട്രി. സിംലയിലെ അടുത്തുള്ള മലകൾ നിറഞ്ഞ രാജ്യത്തിൻ്റെയും കുറേ ഫോട്ടോസ് അയച്ചു കൊടുത്തു. ഹി ഈസ് സൂപ്പർസ്റ്റീഷ്യസ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ എന്താ പറയുക, ദൈവവിശ്വാസി എന്ന് വേണമെങ്കിൽ പറയാം. ദൈവവിശ്വാസിയില്ല, അന്ധവിശ്വാസി എന്ന് വേണമെങ്കിൽ പറയാം. ഹി ആൾസോ സെൻഡ് ഹർ എ ക്രിസ്റ്റൽ റിംഗ് സെയിങ് ദാറ്റ് ഇറ്റ് വാസ് ഗിവൺ ടു ഹിം ബൈ എ യോഗി. ഒരു യോഗി കൊടുത്തതാണെന്ന് പറഞ്ഞ് മാഗിക്ക് ഒരു ക്രിസ്റ്റൽ റിംഗും അദ്ദേഹം അയച്ചു കൊടുത്തു. ദ യോഗി ഹാഡ് ടോൾഡ് ഹിം ഇറ്റ് വാസ് എ മാജിക്കൽ റിംഗ്. If somebody looked into the crystal thinking of a person who is far away, he can see the person and what he is doing. അതൊരു മാജിക്കൽ ക്രിസ്റ്റലാണ്. പിന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ ആരെങ്കിലും ഒരാൾ ഈ ക്രിസ്റ്റലിൽ നോക്കി ദൂരെ ഇരിക്കുന്ന ആളുടെ കാണണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരെ കാണാൻ പറ്റുമെന്നാണ്. Maggie and Mrs. Clifford often looked into the crystal ring but they never saw Francis. മാഗിയും മിസ്സസ് ക്ലിഫോർഡും ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യാറുണ്ട്, ക്രിസ്റ്റൽ റിങ്ങിൽ ഫ്രാങ്കിനെ നോക്കാറുണ്ട്. പക്ഷെ അവനെ കാണാൻ പറ്റിയില്ല. വല്ല ആൻഡ്രോയിഡ് ഫോണിൽ നോക്കിയിരുന്നെങ്കിൽ നമുക്ക് എന്ത് ഫോട്ടോ എങ്കിലും കാണാമായിരുന്നു. ഫൈനലി വി കം ടു നോ ദാറ്റ് ഫ്രാൻസിസ് വാസ് കിൽഡ് ഇൻ വാർ ആൻഡ് വാസ് ബറീഡ് അറ്റ് ഫോർട്ട് മൊൺറോ നിയർ ദെറാ ഗാസി ഖാൻ. ഫ്രാങ്ക് എന്തോ ചെയ്തു, മരിച്ചു. എവിടെ എങ്ങനെ മരിച്ചു? ആർമിയിലായിരുന്നു. അപ്പോൾ വെടിവെച്ച് മരിച്ചതായിരിക്കും. അത് കഴിഞ്ഞ് അവൻ എന്തോ ചെയ്തു, അവിടെ അടുത്തൊരു സ്ഥലത്ത് അടക്കി. Maggie wants the narrator to place some flowers on her brother's grave when he goes to India and she pays him a shilling for that. ഇന്ത്യയിലേക്ക് പോകുമ്പോൾ തൻ്റെ ബ്രദറിൻ്റെ ഗ്രേവിലെ ശവകുടീരത്തിൽ കുറച്ച് പൂക്കൾ വയ്ക്കണമെന്ന് മാഗി നരേറ്ററോട് പറഞ്ഞു. അദ്ദേഹത്തിന് ഒരു ഷില്ലിങ്ങും കൊടുത്തു, കുറച്ച് കാശും കൊടുത്തു. ഇറ്റ് ഈസ് ഫ്രം ദിസ് സാക്രിഫിഷ്യൽ ആക്ട് ഓഫ് ഹേഴ്സ് ദാറ്റ് ദ സ്റ്റോറി ഗെറ്റ്സ് ഇറ്റ്സ് ടൈറ്റിൽ. മാഗിയുടെ ഈ സാക്രിഫിഷ്യൽ ആക്ട് എന്ന് വെച്ചാൽ ത്യാഗമായ അല്ലെങ്കിൽ ത്യാഗയോജനമായ ഈ പ്രവൃത്തിയിലൂടെയാണ് നമ്മുടെ കഥയ്ക്ക് പേര് കിട്ടുന്നത്. എന്താണ് കഥയുടെ പേര്? അത് തന്നെ, ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. Question 16. What is your opinion about superstitious? Do you believe in any? അന്ധവിശ്വാസത്തോടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? നിങ്ങൾ ഇതിൽ എന്തെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? സൂപ്പർസ്റ്റിഷൻസ് ആർ ബാഡ്. അന്ധവിശ്വാസം വളരെ തെറ്റാണ്. ബട്ട് ദേ ആർ എ റാമ്പന്റ് ഇൻ ദ സൊസൈറ്റി.
പക്ഷേ നമ്മുടെ സൊസൈറ്റിയിൽ പടർന്ന് പിടിച്ചിരിക്കുന്ന ഒരു സംഭവമാണ് ഇതാണ്. സൂപ്പർസ്റ്റിഷൻസ് ആർ ഓഫൺ കണക്റ്റഡ് വിത്ത് റിലീജിയസ് ബിലീഫ്സ് ആൻഡ് സം അൺസ്ക്രൂപ്പുലസ് പീപ്പിൾ എക്സ്പ്ലോയിറ്റ് ദ ബിലീവേഴ്സ് ബൈ ഫീഡിങ് ദം വിത്ത് സൂപ്പർസ്റ്റിഷൻസ്. നമ്മുടെ സമൂഹത്തിൽ പറ്റി പിടിച്ചിരിക്കുന്ന ഒരു സംഭവമാണ് ഈ സൂപ്പർസ്റ്റിഷൻ എന്ന് പറയുന്നത്. ഈ എന്താ പറയുക, മതവിശ്വാസികൾ, ദൈവവിശ്വാസികൾ അല്ലെങ്കിൽ ഓരോ ജാതിയിൽപ്പെട്ടവർ ഇതിനെ പിടിച്ചുകൊണ്ട് നമ്മുടെ സമൂഹത്തിലുള്ള ആൾക്കാരെ കയ്യിൽ ആയിട്ട് അമ്മാനമാടാറുണ്ട്. Some people believe that if a black cat crosses your way, the work for which you are going will not be done. ഇത് നമ്മുടെ ഇവിടെ ഉള്ളതാണ്. നമ്മൾ പോകുന്ന വഴിക്ക് കരിമ്പൂച്ച അല്ലെങ്കിൽ കറുത്ത പൂച്ച ചാടിക്കഴിഞ്ഞാൽ പോകുന്ന പണി മൊത്തം പണിയാവും എന്ന രീതിയിൽ നമുക്കൊരു വിശ്വാസം ഇവിടെ ഉണ്ട്. ഇറ്റ് ഈസ് സ്റ്റുപ്പിഡ് ടു ബിലീവ് ഇൻ സൂപ്പർസ്റ്റിഷൻസ്. അന്ധവിശ്വാസത്തിൽ വിശ്വസിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ മണ്ടത്തരമാണ്. ഐ ഡോണ്ട് ബിലീവ് ഇൻ എനി, ഐ ബിലീവ് ഇൻ ഗോഡ് ബട്ട് നോട്ട് ഇൻ ദ സൂപ്പർസ്റ്റിഷൻസ് ട്രേഡഡ് ഇൻ ഹിസ് നെയിം. ദൈവത്തിൽ വിശ്വസിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് കുറേ അണ്ണന്മാർ ഇവിടെ കിടന്ന് കളിക്കില്ലേ, സ്വാമിമാരും മറ്റുള്ളവരും അതുപോലുള്ള ആൾക്കാർ. സ്വാമിമാരെന്ന് പറഞ്ഞുകൊണ്ട് അവർ മാത്രമല്ല ഇതിൽ പേര് കളിക്കുന്നവർ ഇഷ്ടം പോലെയുണ്ട്. അതിൽ എനിക്കെന്തില്ല, വിശ്വാസമില്ല. നിങ്ങൾ അതൊന്നും വിശ്വസിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. 17ാമത്തെ ചോദ്യം. ഡിസ്ക്രൈബ് ദ ഇൻസിഡൻറ്റ് ദാറ്റ് ടച്ച് ദ നറേറ്റർ ഡീപ്ലി. നമ്മളെ നറേറ്ററിനെ ഡീപ്പായിട്ട് ടച്ച് ചെയ്ത ആ ഒരു ഇൻസിഡൻറ്റ് ഏതാണ് ആ ഇൻസിഡൻറ്റ്? മാഗി ഹാഡ് എ വയലിൻ ആൻഡ് ഷീ ലേൺ ടു പ്ലേ സം സോങ്സ് വിത്ത് ഹർ ഓൺ എഫേർട്സ്. മാഗിക്ക് സ്വന്തമായ ഒരു വയലിനുണ്ട്. സ്വന്തം കഴിവ് കൊണ്ട് മാഗി എന്തോന്ന് ചെയ്തു, അത് വായിക്കാനും പഠിച്ചു. ഷീ കുഡ് നോട്ട് ഗോ ടു എനി ടീച്ചർ ടു ലേൺ വയലിൻ ബിക്കോസ് ഓഫ് ദ ലാക്ക് ഓഫ് മണി. പണം ഇല്ലാത്തത് കൊണ്ട് മ്യൂസിക് സ്കൂളിൽ ചെന്നോ ടീച്ചറിൻ്റെ അടുത്ത് നിന്ന് പഠിക്കാനുള്ള കഴിവല്ല, ആ ഒരു പ്രാപ്തി ആർക്കില്ല, മാഗിക്കില്ല. ഹർ മദർ നോസ് ദാറ്റ് മാഗി ഹാസ് ടാലൻറ്റ് ഫോർ പ്ലേയിങ് വയലിൻ. തൻ്റെ മകൾക്ക് വയലിൻ വായിക്കാൻ ടാലൻ്റ് ഉണ്ടെന്ന് മാഗിയുടെ അമ്മയ്ക്ക് അറിയാം. ഷീ ടെൽസ് ദ നറേറ്റർ ദാറ്റ് ഇഫ് എവർ ദെയർ സർക്കംസ്റ്റാൻസസ് ഇംപ്രൂവ് ഷീ വുഡ് സെൻഡ് മാഗി ടു ഹാവ് വയലിൻ ലെസൺസ്. നറേറ്ററിനോട് മാഗിയുടെ അമ്മ പറഞ്ഞ് എന്തെന്ന് വെച്ചാൽ, ഞങ്ങളുടെ പരിതസ്ഥിതി എന്തെങ്കിലും നന്നായാൽ മാഗിയെ ഞാൻ വയലിൻ പഠിക്കാൻ വിടും. ദിസ് ഇൻസിഡൻറ്റ് ഡീപ്ലി ടച്ച് ദ നറേറ്റേഴ്സ് ഹാർട്ട്. ഈ ഒരു ഇൻസിഡൻ്റാണ് നറേറ്ററിൻ്റെ ഹൃദയത്തെ അഗാധമായി തൊട്ടത്. Question 18. Why was Maggie unable to go to work? എന്തുകൊണ്ടാണ് മാഗിക്ക് ജോലിക്ക് പോകാൻ പറ്റാത്തത്? Maggie was unable to go to work because her mother was seriously sick. അമ്മയ്ക്ക് അസുഖമുള്ളത് കൊണ്ടാണ് മാഗിക്ക് പോകാൻ പറ്റാത്തത്. വെറും അസുഖമല്ല, സീരിയസ്ലി സിക്ക്. Since there was nobody in the house to look after her sick mother, she could not go for work. അത് ശരിയാണ്, ജോലിക്ക് പോയി കഴിഞ്ഞാൽ അമ്മയാരും നോക്കും. അതുകൊണ്ടാണ് മാഗി പോകാത്തത്. Question 19. Why did Mr. Gupta take some money with him when he went to see Mrs. Clifford? മിസ്സിസ് ക്ലിഫോർഡിനെ കാണാൻ പോയ സമയത്ത് മിസ്റ്റർ ഗുപ്ത കയ്യിൽ കുറച്ച് പണം വെച്ചത് എന്തുകൊണ്ടാണ്? മിസ്റ്റർ ഗുപ്ത took some money with him when he went to see Mrs. Clifford because his hostess told him that since Maggie had not gone for work for a week and had not received any pay, it was possible they were in financial trouble. കാണാൻ പോയപ്പോൾ പൈസ വെക്കാനുള്ള കാരണം ആ വെയിട്രസ് പറഞ്ഞു. എന്തെന്നാണ് പറഞ്ഞത്? ഒരാഴ്ചയെ മാഗി വന്നിട്ടില്ല, അവർക്ക് ശമ്പളം കിട്ടിയിട്ടില്ല. അതാണ് കാര്യം. എന്താണ് കാരണം? ഫിനാൻഷ്യൽ ട്രബിളിലായിരിക്കും, അതുകൊണ്ട് കുറച്ച് പൈസ വെച്ചിരുന്നു. ഇൻ ദ ലെറ്റർ മാഗി റോട്ട് ടു ഹിം ഷീ ഹാഡ് മെൻഷൻഡ് ദാറ്റ് ഹർ മദർ വാസ് വെരി ഇൽ ആൻഡ് ഷീ വാസ് നോട്ട് ഏബിൾ ടു ഗോ ടു വർക്ക് ഫോർ എ വീക്ക്. തനിക്ക് അയച്ച കത്തിൽ മാഗി എന്ത് ചെയ്തിരുന്നു? അമ്മയ്ക്ക് വയ്യെന്നും പോയതിന് ഒരാഴ്ച ജോലിക്ക് പോയില്ലെന്നും മിസ്റ്റർ ഗുപ്തയ്ക്ക് എഴുതിയിരുന്നു. ഷീ ഹാഡ് നോട്ട് ആസ്ക് ഫോർ എനി ഫിനാൻഷ്യൽ ഹെൽപ്പ് ബട്ട് ഹോസ്റ്റസ് ടു ഹൂം ദ narrator spoke about the letter thought that Maggie and her mother might need financial assistance. അപ്പോൾ ലെറ്ററിലൊന്നും എഴുതിയിട്ടില്ലെങ്കിലും ആ ഹോസ്റ്റസ്, നമ്മുടെ വെയിട്രസ് ആണ് പറഞ്ഞത് മാഗിക്ക് അമ്മയ്ക്ക് എന്താണ് കുറച്ച് കാശിൻ്റെ ആവശ്യം വരും. അത് കാരണമാണ് മിസ്റ്റർ ഗുപ്ത പണം കയ്യിൽ വെച്ചിരുന്നത്. 20ാമത്തെ ചോദ്യം. Why did Mr. Gupta and Maggie tiptoe into the sitting room? അപ്പോൾ ടിപ്റ്റോ എന്ന് വെച്ചാൽ പതിയെ പതിയെ നടക്കുക എന്നാണ്. സംഭവം വേണമെന്നില്ല. എന്തുകൊണ്ടാണ് മാഗിയും നമ്മുടെ മിസ്റ്റർ ഗുപ്തയും സിറ്റിംഗ് റൂമിലേക്ക് ടിപ്റ്റോ പോലെ പോയത്? ടിപ്റ്റോ എന്ന് വെച്ചാൽ കാൽപാദം പതിയെ വെച്ചുകൊണ്ട് പോയത്. ആൻസർ ഇത്രയേ ഉള്ളൂ. മാഗിയുടെ അമ്മ സിക്കായി കിടക്കുകയാണ്. പോരാതിന് മാഗിക്ക് നമ്മുടെ മിസ്റ്റർ ഗുപ്തയോട് പ്രൈവറ്റായിട്ട് കുറച്ച് സംസാരിക്കണം, അതുകൊണ്ടാണ് പതിയെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോയത്. 21ാമത്തെ ചോദ്യം. വാട്ട് റിക്വസ്റ്റ് ഡിഡ് മാഗി മേക്ക് ടു മിസ്റ്റർ ഗുപ്ത? മിസ്റ്റർ ഗുപ്തയോട് മാഗി മേക്ക് ചെയ്ത ചോദിച്ച റിക്വസ്റ്റ് എന്താണ്? മാഗി വാണ്ടഡ് മിസ്റ്റർ ഗുപ്ത ടു ഗേസ് ഇൻ ടു ദ ക്രിസ്റ്റൽ ആൻഡ് ടെൽ ഹർ മദർ ദാറ്റ് ഫ്രാങ്ക് വാസ് അലൈവ് ആൻഡ് വെൽ ഈവൻ ഇഫ് ഹി ഡിഡ് നോട്ട് സീ എനിത്തിങ് ഇൻ ദ ക്രിസ്റ്റൽ. ഹർ മദർ വാസ് സീരിയസ്ലി സിക്ക് ആൻഡ് സിക്നസ് ഈസ് aggravated by her worries about Frank, whom she hasn't heard for long. Mr. Gupta tells her that Frank is alive and well. It will help her to recover. സംഭവം വേറൊന്നുമില്ല. ക്രിസ്റ്റലിൽ നോക്കിയിട്ട് ഫ്രാങ്കിന് കുഴപ്പമൊന്നുമില്ല, ഫ്രാങ്കിനെ കണ്ടു എന്ന് പറയണം. ഫ്രാങ്കിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് അമ്മ ഇത്ര അവിടെ വെറീസ്, അതായത് അഗ്രിഗേറ്റ് ചെയ്ത് സിഗ്നസ്, അവിടെ അസുഖം കുറച്ച് കൂടാൻ കാരണം. അപ്പോൾ മിസ്റ്റർ ഗുപ്ത ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് എന്തോന്ന് കുറേ സമാധാനം കിട്ടും, പെട്ടെന്ന് റിക്കവർ ആകും.
22ാമത്തെ ചോദ്യം, വൈ വാസ് ദ ക്രിസ്റ്റൽ റിംഗ് സോ സ്പെഷ്യൽ ടു മിസ്സസ് ക്ലിഫോർഡ്? മിസ്സസ് ക്ലിഫോർഡിന് ക്രിസ്റ്റൽ റിംഗ് ഇത്ര സ്പെഷ്യൽ ആവാൻ കാരണം എന്ത്? കാരണം വേറെ ഒന്നുമില്ല, ഈ ക്രിസ്റ്റൽ റിംഗ് ഫ്രാങ്ക് ഇന്ത്യയിൽ നിന്ന് കൊടുത്തയച്ചതാണ്. ഇതൊരു മാജിക്കൽ റിംഗ് ആണെന്നാണ് അവിടെ ഒരു യോഗി ഇദ്ദേഹത്തോട് പറഞ്ഞത്. ഈ മാജിക്കൽ റിംഗിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആരെ വേണോ കാണാൻ പറ്റും, ദൂരെയുള്ള ആരെ വേണോ കാണാൻ പറ്റും. പോരാത്തതിന് തൻ്റെ മകൻ പറഞ്ഞ വാക്കുകൾ എല്ലാവരും വിശ്വസിക്കുകയും ചെയ്തു. അതാണ് ഏറ്റവും വലിയ റീസൺ. 23ാമത്തെ ചോദ്യം, വാട്ട് മെയ്ഡ് മിസ്സസ് ക്ലിഫോർഡ് റിക്കവർ? മിസ്സസ് ക്ലിഫോർഡ് റിക്കവർ ആകാൻ കാരണമെന്ത്, അല്ലെങ്കിൽ എന്താണ് റിക്കവർ ആകാൻ സഹായിച്ചത്? സംഭവം വേറെ ഒന്നുമില്ല, ഫ്രാങ്ക് കൊടുത്ത ആ ക്രിസ്റ്റൽ റിംഗില്ലേ, അതിൽ നോക്കി മിസ്റ്റർ ഗുപ്ത എന്തോന്ന് ചെയ്തു, അയാളെ കണ്ടു, ഫ്രാങ്കിനെ കണ്ടു, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഈ ക്രിസ്റ്റൽ റിംഗ് ഉപയോഗിക്കാൻ പറ്റാത്തതിനുള്ള കാര്യം, ഫ്രാങ്കിനെ കാണാൻ പറ്റാത്തതിനുള്ള വിഷമം, അവനെക്കുറിച്ച് കുറേ കാര്യം അറിഞ്ഞില്ലല്ലോ. അതുകൊണ്ടാണ് മാഗി ഇങ്ങനെ റിക്വസ്റ്റ് നടത്തിയത്, ഇതുപോലെ കണ്ടു എന്ന് പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ കണ്ടെന്ന് പറഞ്ഞതും അവരുടെ അസുഖം ഏകദേശം കുറയാറായെന്നാണ് പറയുന്നത്, കുറയാൻ തുടങ്ങിയെന്നാണ് പറയുന്നത്. 24ാമത്തെ ക്വസ്റ്റ്യൻ, വൈ വാസ് മിസ്റ്റർ ഗുപ്ത അഷെയിംഡ് ടു ഫേസ് മിസ്സസ് ക്ലിഫോർഡ്? മിസ്സസ് ക്ലിഫോർഡിനെ നോക്കാൻ നാണമായത് എന്തുകൊണ്ട്? പെണ്ണ് കാണാൻ പോയൊന്നുമില്ലല്ലോ, വേറെന്തോ കാരണമാണ്. മിസ്റ്റർ ഗുപ്ത വാസ് അഷെയിംഡ് ടു ഫേസ് മിസ്സസ് ക്ലിഫോർഡ് ബിക്കോസ് ഫ്രാങ്ക് ഹാഡ് ബീൻ ഡെഡ് സം ഡേയ്സ് വെൻ ഹി ടോൾഡ് ഹർ ദാറ്റ് ഹി വാസ് അലൈവ് ആൻഡ് വെൽ. സിൻസ് ഹി ഹാഡ് ടോൾഡ് ഹർ എ ലൈ ഹി വാസ് അഷെയിംഡ് ടു ഫേസ് ഹർ. ഫ്രാങ്കിന് കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞ കാര്യം നേരത്തെ നമ്മൾ പറഞ്ഞു. അതിന് എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് ഫ്രാങ്ക് എന്തോ ചെയ്തു, തട്ടിപ്പോയി. ഈ ഒരു കള്ളം പറഞ്ഞ കാരണമാണ് അദ്ദേഹത്തിന് അവരുടെ മുഖത്ത് നോക്കാൻ നാണക്കേടായത്. 25ാമത്തെ ചോദ്യം, വാട്ട് വാസ് ദ പ്രോമിസ് ഗിവൺ ടു മാഗി? മാഗിക്ക് കൊടുത്ത പ്രോമിസ് എന്താണ്? വേറൊന്നുമില്ല, തൻ്റെ ബ്രദർ മരിച്ച ആ ശവകുടീരത്തിലല്ലേ കുറച്ച് പൂക്കൾ കൊണ്ട് വയ്ക്കും, അവിടെ പോകും, കുറച്ച് തോന്നിയും അവിടെ ചെന്നടുത്ത് നിന്നിട്ട് പൂക്കൾ വയ്ക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. 26ാമത്തെ ക്വസ്റ്റ്യൻ, വൈ ഡിഡ് മാഗി ഗിവ് എ ഷില്ലിംഗ് ടു മിസ്റ്റർ ഗുപ്ത? മിസ്റ്റർ ഗുപ്തയ്ക്ക് ഒരു ഷില്ലിംഗ് കൊടുത്തതിനുള്ള കാരണം എന്ത്? മാഗി മിസ്റ്റർ ഗുപ്തയ്ക്ക് ഷില്ലിംഗ് കൊടുത്തതിനുള്ള കാരണം എന്താണ്? മോൺമൊണ്ടോയിലുള്ള തൻ്റെ ബ്രദറിൻ്റെ കേവിൽ പോയി അവിടെ കുറച്ച് പൂക്കൾ വയ്ക്കാനാണ്. 27ാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ദ റീസൺ വൈ മിസ്റ്റർ ഗുപ്ത അക്സെപ്റ്റഡ് ദ ഷില്ലിംഗ്? മിസ്റ്റർ ഗുപ്ത ഷില്ലിംഗ് അക്സെപ്റ്റ് ചെയ്യാനുള്ള കാരണം എന്ത്? Initially, Mr. Gupta wanted to give back the shilling to Maggie, tell her that there were plenty of flowers in India and he could get some flowers free to place them on her brother's grave. ആദ്യം മിസ്റ്റർ ഗുപ്ത ഈ പണം തിരിച്ചു കൊടുക്കാൻ വിചാരിച്ചതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, തിരിച്ചു കൊടുത്തിട്ട് മാഗിയോട് പറയാം, ഇന്ത്യയിൽ ഇഷ്ടം പോലെ പൂക്കളുണ്ട്, കുറച്ചെടുത്ത് എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ട് ഇഷ്ടം പോലെ പൂക്കളുണ്ട്, ഫ്രീ ആയിട്ട് കുറച്ച് കിട്ടും, അത് നമുക്കെടുത്ത് എന്ത് ചെയ്യാം, ബ്രദറിൻ്റെ ഗ്രേവിൽ വയ്ക്കാം. ബട്ട് ദിസ് വുഡ് ഡിപ്രൈവ് ദ ഗേൾ ഓഫ് ദ ജോയ് ഓഫ് സാക്രിഫൈസ് ഷീ വാസ് മേക്കിംഗ് ഫോർ ഹർ ഡെഡ് ബ്രദർ. പക്ഷേ തൻ്റെ മരിച്ചുപോയ സഹോദരന് താൻ ചെയ്യുന്ന ത്യാഗം ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് അവർക്ക് സങ്കടം വന്നാലോ എന്ന് മിസ്റ്റർ ഗുപ്തയ്ക്ക് തോന്നി. സോ മിസ്റ്റർ ഗുപ്ത അക്സെപ്റ്റഡ് ഷില്ലിംഗ്, അതുകൊണ്ടാണ് പണം വാങ്ങിച്ചത്. ദ ഗ്രീഫ് ഇൻ ഹർ ഹാർട്ട് വുഡ് ലെസൺ വിത്ത് ദ സാക്രിഫൈസ് ഷീ വാസ് മേക്കിംഗ്. അവളുടെ മനസ്സിലുള്ള ആ ഒരു ദുഃഖം അവൾ ചെയ്യുന്ന സാക്രിഫൈസിനെ തോന്നുകയും കുറച്ച് സാന്ത്വനപ്പെടുത്തും. ടു ഏൺ എ ഷില്ലിംഗ് ഷീ ഹാഡ് ടു ഡു എ ലോട്ട് ഓഫ് വർക്ക്. ഒരു ഷില്ലിംഗ് വാങ്ങാൻ അല്ലെങ്കിൽ നേടിയെടുക്കാൻ അവൾ ഒരുപാട് ജോലി ചെയ്ത് കഷ്ടപ്പെട്ടിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലിൽ പുതുതായിട്ട് വന്നിട്ടുള്ളവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള വീഡിയോകൾക്കായി കാത്തിരിക്കുക.